IPL കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലോകം ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശത്തിലേക്കാണ്. ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോൾ ഈസ് ലൈക്ക് ലൈഫ്. ഇറ്റ് റിക്വയർസ് പ്രിസർവറൻസ്, സെൽഫ് ഡെനിയൽ, ഹാർഡ് വർക്ക്, സാക്രിഫൈസ്, ഡെഡിക്കേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ അതോറിറ്റി. ഫുട്ബോൾ ജീവിതം പോലെയാണ്. അതിന് സ്ഥിരോത്സാഹം, ആത്മത്യാഗം, കഠിനാധ്വാനം, ത്യാഗം, സമർപ്പണം, റെസ്പെക്ട് ഫോർ അതോറിറ്റി എന്നിവയൊക്കെയും ആവശ്യമാണ്. ഇതിൽ റെസ്പെക്ട് ഓഫ് അതോറിറ്റി മാത്രം നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഫുട്ബോളിലെ ഏറ്റവും കഠിനമായ പണികളിൽ ഒന്നാണ് ഒരു റഫറി ആവുക എന്നത്. ഒരു നല്ല റഫറി കളിക്കാരുടെ ബഹുമാനം കൂടി പിടിച്ചു പറ്റണം. താരങ്ങളുടെ വലിപ്പ ചെറുപ്പമില്ലാതെ കളി നിയന്ത്രിക്കണം. ഗ്രൗണ്ടിൽ അടരാടിക്കൊണ്ടിരിക്കുന്ന കോടികൾ മൂല്യമുള്ള അത്ര തന്നെ ഫാൻ ബേസ് ഉള്ള താരങ്ങളാണ്. ഗാലറിയിൽ കളി കാണാനിരിക്കുന്നത് അവരുടെ ഡേ ഹാർഡ് ഫാൻസാണ്. അവർക്കായി ഗ്രൗണ്ടിൽ ഇറങ്ങാനും മടിക്കാത്തവരാണ്. കളി മുറുകുമ്പോൾ താരങ്ങൾ തമ്മിലുള്ള ടാക്ലിങ്ങുകളും വാക്യുദ്ധങ്ങളും കയ്യാങ്കളിയിലേക്ക് വരെ നീളാറുണ്ട്. അങ്ങനെ അവരെ നിയന്ത്രിക്കുക എന്നതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ചിലപ്പോൾ റഫറി മഞ്ഞക്കാടൊന്ന് ഉയർത്തിയാൽ, ചുവന്ന കാർഡ് ഗത്യന്തരമില്ലാതെ ഒന്ന് പുറത്തെടുത്താൽ പിന്നെ ഓരോ ടീമിലെയും താരങ്ങളൊക്കെയും തർക്കവുമായും ഒബ്ജക്ഷനുമായും റഫറിക്ക് നേരെ നീങ്ങാറുണ്ട്. റഫറി പാടുപെട്ടും പിന്നോട്ടടിച്ചും ആ സമയവും കടന്നു പോകുമെന്ന മട്ടിൽ വിയർത്തും പിറകിലേക്ക് മാറിയും ഒരു വിധം കളി നിയന്ത്രിക്കും. ഇങ്ങനെ കളിക്കാരെ ഭയന്നും മാറി നിന്നും പരമാവധി സൗമ്യമായും കളി നിയന്ത്രിച്ചവരിൽ നിന്നും വ്യത്യസ്തനായി ഒരാൾ 90കളിലും 2000കളിലും ഫുട്ബോൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ആരെയും കൂസാതെ ആരുടെയും നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന തീക്കട്ട പോലെ ഭീതിപ്പെടുത്തുന്ന നോട്ടവുമായി ഗ്രൗണ്ടിൽ കളി നിയന്ത്രിച്ചിരുന്ന ഒരാൾ. ചൂണ്ടുവിരൽ ഒളിപ്പിച്ച കല്ലുപോലും പിളർക്കുന്ന ആജ്ഞാശക്തിയുള്ള ഒരാൾ. There was one and only പിയർ ലൂജി കൊളീന, ദ വേൾഡ്സ് ബെസ്റ്റ് റഫറി എന്ന് തന്നെ പറയാം അദ്ദേഹത്തെക്കുറിച്ച്. കഴിഞ്ഞ 2022 ഖത്തർ ലോകകപ്പിൻ്റെ സമയത്ത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കാൻ 3 വനിതാ റഫറിമാരാണ് എത്തിയത്. ഫ്രാൻസുകാരിയായ സ്റ്റെഫാനി, റുവാണ്ടയുടെ സലീമ മുഖാൻസാങ്ക, ജപ്പാന്റെ യംഷിത യോഷിമി എന്നിവരായിരുന്നു ദോഹയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ ആ വനിതാ റഫറിമാർ. ആ സമയത്ത് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് റഫറി സംഘത്തിൻ്റെ തലവനായ പിയർ ലൂജി കൊളീന അന്ന് പറഞ്ഞ ഒരു ആൻസർ ഉണ്ടായിരുന്നു. നിലവിലെ 3 റഫറിമാരെ തിരഞ്ഞെടുത്തത് അവർ സ്ത്രീകളായതുകൊണ്ടല്ല, മറിച്ച് മികച്ച റഫറിമാരായതുകൊണ്ടാണെന്നായിരുന്നു അന്ന് കൊളീനയുടെ വാക്കുകൾ. ആ വാക്കുകൾ ആ സമയത്ത് ഏറെ വാർത്താ പ്രാധാന്യം പിടിച്ചുപറ്റിയിരുന്നു. അതിനേക്കാളും ഉപരി ഖത്തറിൽ വീണ്ടും കൊളീനയെ ഇങ്ങനെ കണ്ണുകുളിർക്കെ കാണുകയും ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലായിരുന്നു അന്ന് ഫുട്ബോൾ പ്രേമികൾ. കാരണം അവരുടെ മനസ്സിൽ എത്രയോ കൊളീന മാസ് മൊമെൻറ്റുകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ആ കൊളീനയാണ് വീണ്ടും ഇങ്ങനെ റഫറി സംഘത്തിൽ കാണാനുള്ള ഭാഗ്യം വീണ്ടും ഉണ്ടായത് അന്ന്. കൊളീനയുടെ ഭൂതകാലം അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരിക 2002 ലോകകപ്പ് ഫൈനലും 99 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുമെല്ലാമാണ്. കൊളീന നെഞ്ചുറപ്പോടെ നിയന്ത്രിച്ച മത്സരങ്ങൾ. ഒരു കാലത്ത് ഏത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇടഞ്ഞാൽ, കളി നിയമങ്ങളിൽ ലംഘക വേഷം അണിഞ്ഞാൽ തീക്കട്ട പോലെ ഭീതിപ്പെടുത്തുന്ന നോട്ടവും ചൂണ്ടുവിരൽ ഒളിപ്പിച്ച കല്ലുപോലും പിളർക്കുന്ന ആജ്ഞാശക്തിയും ആവോളമുണ്ടായിരുന്ന നമ്മുടെ കളി ഓർമ്മകളിലെ രോമാഞ്ചമായ ഭൂതകാല കുളിരായി നിറഞ്ഞു നിൽക്കുന്ന റഫറിമാരുടെ ഗോഡ് ഫാദർ ആയിരുന്നു കൊളീന. ലോകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ നോട്ടങ്ങളുടെ തനി പകർപ്പെന്ന് നമുക്ക് തോന്നിയിരുന്ന റഫറിയായിരുന്നു അയാൾ. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ ചില മത്സരങ്ങളിൽ മെസ്സി അടക്കമുള്ള സൂപ്പർ താരങ്ങൾ വരെ റഫറിമാർക്കെതിരെ തട്ടിക്കയറിയ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ ഇതികർത്തവ്യ മൂഢരായി നിൽക്കേണ്ടി വന്നിരുന്ന റഫറിമാരെ കണ്ടപ്പോൾ തീർച്ചയായും ഒരു ശരാശരി ഫുട്ബോൾ പ്രേമിയുടെ മനസ്സിൽ അന്ന് ഓർമ്മ വന്നത് ഒരുപക്ഷെ ഈ മനുഷ്യനെ തന്നെയായിരുന്നു. ഇയാൾ ഉണ്ടായിരുന്നെങ്കിൽ പരുക്കൻ കളി കാഴ്ചവെക്കുന്ന താരത്തിനടുത്തു ചെന്ന് അതിപ്പോൾ ഏത് കൊമ്പനാണെങ്കിലും ഉറപ്പായും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചുവപ്പോ മഞ്ഞയോ കാർഡെടുത്തങ്ങ് വീശിയേനെ. ഫുട്ബോളിലെ താരങ്ങളെപ്പോലെ തനിക്കും ആരാധകരെ ഉണ്ടാക്കിയ കർക്കശക്കാരനായിരുന്ന റഫറിയായിരുന്നു പിയർ ലൂജി കൊളീന. ക്രിക്കറ്റിലെ ഡേവിഡ് ഷെപ്പേറിനെ പോലെ അല്ലെങ്കിൽ ബില്ലി ബേറിനെ പോലെ ആരാധകർ കൊണ്ടാടിയ റഫറി. ഇറ്റലിയിലെ ബൊളോഗ്ന പട്ടണത്തിൽ ജനിച്ച പിയർ ലൂജി കൊളീന അവിടുത്തെ പ്രാദേശിക ലീഗുകൾ നിയന്ത്രിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമുണ്ടായത്. ബൊളോണ സർവകലാശാലയിൽ നിന്നും 1984 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. കൗമാരപ്രായത്തിൽ ഒരു പ്രാദേശിക ഫുട്ബോൾ ടീമിൻ്റെ സെൻറ്റർ ബാക്കായി കളിച്ചിരുന്നു. എങ്കിലും 77 ഒരു റഫറി കോഴ്സ് പാസ്സായി അദ്ദേഹം പിന്നീട് ഇതിലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രാദേശിക മത്സരങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം നിർബന്ധിത സൈനിക സേവനവും പൂർത്തിയാക്കുന്നു. 1988 ഇറ്റലിയിലെ 3ാം ഡിവിഷനായ സീരീസ് C1, സീരീസ് C2 എന്നീ ലീഗുകളിലെ മത്സരം നിയന്ത്രിച്ചുകൊണ്ട് കൊളീന അതിനുശേഷം 3 സീസണുകൾക്ക് ശേഷം സീരി ബി, സീരി എ മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പതിയെ തൻ്റെ കരിയറും വളർത്തി തുടങ്ങുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം ഇങ്ങനെ സ്ഥിരമായി കൊഴിഞ്ഞു പോകുന്ന അസുഖം വന്നതും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ട്രേഡ് മാർക്കായ ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതും. സീരി എ മത്സരങ്ങൾ വിജയകരമായി നിയന്ത്രിച്ചതോടെയാണ് കൊളീനയുടെ റഫറിയിങ്ങിലെ കണിശത ഫിഫ തിരിച്ചറിയുന്നത്.
96-ൽ അരങ്ങേറിയ ഒളിമ്പിക്സിലെ 4 മത്സരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചുമതല. പിഴവുകളില്ലാതെ എല്ലാ മത്സരങ്ങളും പൂർത്തീകരിച്ചതോടെ ഫൈനൽ മത്സരവും നിയന്ത്രിക്കാനുള്ള ചുമതല ഫിഫ അന്ന് കൊളീനക്ക് നൽകുന്നു. അർജന്റീനയും നൈജീരിയയും തമ്മിലായിരുന്നു ആ സമയത്ത് അന്നത്തെ ഒളിമ്പിക്സിലെ ഫൈനൽ മത്സരം. അത് അദ്ദേഹം മനോഹരമായി തന്നെ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചു പറ്റും വിധം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കണിശമായ റഫറിങ്ങിലൂടെ ഇതിഹാസ താരങ്ങളുടെ പോലും ആദരവ് പിടിച്ചുപറ്റിയ അപൂർവം റഫറിമാരിൽ ഒരാളാണ് കൊളീന. ഡേവിഡ് ബെക്കാം, റൊണാൾഡോ, സിനദൈൻ സിദാൻ, മൈക്കൽ ബല്ലാക്ക്, തിയറി ഓൺറി, സ്റ്റീവൻ ജെറാർഡ്, കന്നാവരോ, മിറാസ്ലോ ക്ലോസെ തുടങ്ങി ഒരു പിടി ഇതിഹാസ താരങ്ങളെ കാർക്കശ്യം വഴി വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് ഇതേ കൊളീന. തൻ്റെ ചൂണ്ടുവിരലും തുറിച്ച നോട്ടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ കൈമുതൽ. കണിശവും പിഴവുകളില്ലാത്തതുമായ റഫറിങ്ങിലൂടെ പേര് കേട്ടിരുന്നു ആ സമയത്തൊക്കെയും കൊളീന. 95 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഫിഫയ്ക്ക് വേണ്ടി ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഇക്കാലയളവിൽ ഏറ്റവും മികച്ച റഫറിക്കുള്ള അംഗീകാരം 6 തവണയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. 373 കളികളിലായി 1204 യെല്ലോ കാർഡും 111 റെഡ് കാർഡും വിധിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അപ്പോഴൊക്കെയും അത് വേണ്ടതായിരുന്നു എന്നതല്ലാതെ കൊളീനക്കപ്പുറം വേറൊരാളും അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുട്ബോളിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിപ്ലവങ്ങളും ഒരുപാടുണ്ട്. ഫുട്ബോളിൽ ആഡ് ഓൺ ടൈം കൊളീനയുടെ സംഭാവനയാണ്. 1999 യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ബയൺ മ്യൂണിക് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിലാണ്, ആ ഒരു ഫൈനലിലാണ് ആദ്യമായി ആഡ് ഓൺ എന്ന ആ ഒരു ഫുട്ബോളിലെ നിയമം ഉണ്ടായത്. അന്ന് 1-0 ബയൺ മ്യൂണിക് മുന്നിട്ട് നിന്നപ്പോൾ കളിക്കിടെ ബയൺ താരങ്ങൾ അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുന്നത് കൊളീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പതിവിന് വിപരീതമായി കൊളീന മത്സരത്തിന് 3 മിനിറ്റ് അധിക സമയം അനുവദിക്കുന്നു. ഇതാണ് പിന്നീട് ആഡ് ഓൺ ടൈം എന്ന പേരിൽ ഫിഫ മറ്റു മത്സരങ്ങളിൽ കൂടി ഏർപ്പെടുത്തി തുടങ്ങിയത്. അതുപോലെ 2002 ജൂണിൽ ബ്രസീലും ജർമ്മനിയും തമ്മിലുള്ള ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കാൻ എത്തിയതും ഇതേ കൊളീനയായിരുന്നു. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ആ ഫൈനൽ ഇപ്പോഴുമുണ്ട്. അന്ന് റൊണാൾഡോയുടെ മികവിൽ റൊണാൾഡോ റിവാൾഡോ റൊണാൾഡീഞ്ഞോ സഖ്യം, റോ സഖ്യത്തിൻ്റെ മികവിൽ ബ്രസീൽ കപ്പടിച്ച ആ ലോകകപ്പ്. അന്ന് ഒളിവർ ഖാനിൻ്റെ ജർമ്മനിയെ 2-0 ബ്രസീൽ സംഘം കീഴടക്കിയത്. ആ മത്സരത്തിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയേക്കാവുന്ന നിമിഷങ്ങൾ പോലും മനോഹരമായി തൻ്റെ കാർക്കശ്യം വഴി ഇല്ലാതാക്കിയ കൊളീനയുടെ റഫറിങ് രീതി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. 2005 ഫെബ്രുവരിയിൽ നിർബന്ധിത വിരമിക്കൽ പ്രായം എത്തിയതിനാൽ യുവേഫ യൂറോ 2004 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാന അന്താരാഷ്ട്ര ടൂർണമെൻറ്റ്. 2005 ഓഗസ്റ്റ് 24 എവേർട്ടനും വില്ലാറയലും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് യോഗ്യതാ മത്സരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം. മത്സരത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2006 ലിസ്ബണിലെ എസ്റ്റാഡിയോ ഡാലൂസിൽ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരമായ സ്ലോവാക്യ വേഴ്സസ് പോർച്ചുഗൽ മത്സരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. റഫറിങ്ങിൽ നിന്നും വിരമിച്ച് ഇത്രയും വർഷമായെങ്കിലും ഇന്നും ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റഫറിമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ കൊളീനയുടെ പേരുണ്ടായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. റഫറിങ്ങിൽ നിന്നും വിരമിച്ചെങ്കിലും വിവിധ ഫുട്ബോൾ അസോസിയേഷനുകളുടെ ഉപദേശകനും ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനും ഒക്കെയായി ഇന്നും അദ്ദേഹം ഫുട്ബോളിൽ സജീവമാണ്. ഇടയ്ക്ക് ഇറ്റാലിയൻ ഫുട്ബോൾ റഫറീസ് അസോസിയേഷൻ കൺസൾട്ടൻ്റായും 2010 മുതൽ ഉക്രൈൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റഫറീസ് തലവനായും യുവേഫ റഫറീസ് കമ്മിറ്റി അംഗമായും ഫിഫ റഫറീസ് കമ്മിറ്റി ചെയർമാനായും കൊളീന സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2003 അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മൈ റൂൾസ് ഓഫ് ദി ഗെയിം എന്ന പുസ്തകം പുറത്തു വന്നത്. കൊളീനയുടെ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഈ ഒരു മുഖം, ഈ ഒരു രൂപം, ഫുട്ബോൾ ആരാധകർക്ക് ഇത്രയും തിരിച്ചറിയാൻ കഴിയുന്ന ഈ രൂപം കാരണം നിരവധി പരസ്യ ചിത്രങ്ങളിലും ചില കാർട്ടൂൺ പരമ്പരകളിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, കഥാപാത്രമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. 2006 ലോകകപ്പിനിടെ പ്രത്യക്ഷപ്പെട്ട മാസ്റ്റർ കാർഡ്, അഡിഡാസ് എന്നിവയുടെ പരസ്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. കൊളീന സ്റ്റാറായി തിളങ്ങി നിന്ന പരസ്യങ്ങൾ. അതിനൊപ്പം നിരവധി ഫുട്ബോൾ വീഡിയോ ഗെയിമുകളിലെ കവർ ചിത്രമായും കൊളീന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കണിശവും പിഴവുകളില്ലാത്തതുമായ റഫറിങ്ങിലൂടെ റഫറിമാർക്കിടയിലെ ഇതിഹാസമായി മാറിയ പിയർ ലൂജി കൊളീനയെ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല എന്ന് ഉറപ്പാണ്.